നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും വരാവുന്ന ഒന്നാണ് അസുഖങ്ങൾ. എന്നാൽ അപ്രതീക്ഷിതമായി എത്തുന്ന ഒരു വലിയ ചികിത്സാ ചെലവ് നമ്മുടെ വർഷങ്ങളായുള്ള സമ്പാദ്യത്തെ മുഴുവൻ ഇല്ലാതാക്കിയേക്കാം. ഇവിടെയാണ് ആരോഗ്യ ഇൻഷുറൻസ് അഥവാ ഹെൽത്ത് ഇൻഷുറൻസ് പ്രസക്തമാകുന്നത്. എന്താണ് ആരോഗ്യ ഇൻഷുറൻസ്? ഇത് ആർക്കൊക്കെ വേണം? എത്ര രൂപയുടെ പോളിസി എടുക്കണം? ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്താണ് ആരോഗ്യ ഇൻഷുറൻസ്? അതിൻ്റെ പ്രാധാന്യം എന്തെന്ന് നോക്കാം. ലളിതമായി പറഞ്ഞാൽ ചികിത്സാ ആവശ്യങ്ങൾക്കായി വരുന്ന സാമ്പത്തിക ബാധ്യതകൾ ഇൻഷുറൻസ് കമ്പനി ഏറ്റെടുക്കുന്ന ഒരു കരാറാണ് ഇത്. നാം കൃത്യമായി ഒരു ചെറിയ തുക പ്രീമിയം അടയ്ക്കുന്നു. അതിനു പകരമായി അസുഖം വരുമ്പോൾ ആശുപത്രി ചെലവുകൾ ഇൻഷുറൻസ് കമ്പനി നൽകുന്നു. ഇതിന്റെ പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ആധുനിക ചികിത്സാ രീതികൾക്ക് ഇന്ന് വലിയ തുക ചെലവാകുന്നുണ്ട്. ഒരു ശസ്ത്രക്രിയയോ അല്ലെങ്കിൽ കുറച്ചു ദിവസത്തെ ആശുപത്രി വാസമോ മതി നമ്മുടെ സാമ്പത്തിക ഭദ്രത തകരാൻ. മികച്ച ചികിത്സ പണമില്ലാത്തതിന്റെ പേരിൽ നിഷേധിക്കപ്പെടാതിരിക്കാൻ ഇൻഷുറൻസ് സഹായിക്കുന്നു. നമുക്ക് ഇത് ഒരു ഉദാഹരണത്തിലൂടെ നോക്കാം. എന്റെ സുഹൃത്തായ രവിയുടെ കഥ തന്നെ പറയാം. ഒരു സാധാരണ സ്വകാര്യ കമ്പനി ജീവനക്കാരനായിരുന്നു രവി. കൃത്യമായ സമ്പാദ്യശീലമുള്ള ഒരാൾ. മകളുടെ വിവാഹത്തിനും വീട് പണിക്കുമായി കുറച്ചു പണം അയാൾ ബാങ്കിൽ കരുതി വെച്ചിരുന്നു. എനിക്ക് കാര്യമായ അസുഖങ്ങൾ ഒന്നുമില്ലല്ലോ, പിന്നെ എന്തിനാണ് വെറുതെ ഇൻഷുറൻസ് എന്നായിരുന്നു രവിയുടെ ചിന്ത. എന്നാൽ ഒരു ദിവസം അപ്രതീക്ഷിതമായി രവിക്ക് കഠിനമായ നെഞ്ചുവേദന അനുഭവപ്പെട്ടു. അടിയന്തരമായി ഒരു ഹൃദയ ശസ്ത്രക്രിയ വേണ്ടി വന്നു. ആശുപത്രിയിലെ ICU ബില്ലും മരുന്നുകളും ശസ്ത്രക്രിയയും ഒക്കെ കൂടി ഏകദേശം 6 ലക്ഷത്തോളം രൂപയോളം ചെലവ് വന്നു. രവിക്ക് അന്ന് ഇൻഷുറൻസ് ഇല്ലായിരുന്നു. ഫലം എന്താണെന്നോ? മകളുടെ വിവാഹത്തിനായി കരുതി വെച്ച പണം എടുത്തും സുഹൃത്തുക്കളിൽ നിന്നും കടം വാങ്ങിയുമാണ് ആ ബില്ല് അന്ന് അടച്ചു തീർത്തത്. അസുഖം മാറി വീട്ടിലെത്തിയ രവിക്ക് ശാരീരിക സുഖം കിട്ടിയെങ്കിലും തന്റെ സമ്പാദ്യം മുഴുവൻ തീർന്നതും കടബാധ്യത വന്നതും വലിയൊരു മാനസിക വിഷമമായി മാറി. എന്നാൽ രവിയുടെ കൂടെ ജോലി ചെയ്തിരുന്ന മറ്റൊരു സുഹൃത്തിന്റെ അവസ്ഥ നോക്കൂ. സമാനമായി ഒരു ചികിത്സ വേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിന് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ആശുപത്രിയിലെ 1 രൂപ പോലും കയ്യിൽ നിന്ന് നൽകാതെ ക്യാഷ്ലെസ് സൗകര്യം വഴി ഇൻഷുറൻസ് കമ്പനി അത് നൽകി. തന്റെ സമ്പാദ്യം സുരക്ഷിതമായി വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മികച്ച ചികിത്സ നേടാൻ സാധിച്ചു. ഈ 2 വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസം ആ ഒരു ചെറിയ ഇൻഷുറൻസ് പോളിസി മാത്രമാണ്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം ആശുപത്രി ബില്ലുകൾക്കായി പോകാതിരിക്കുവാൻ ഈ സുരക്ഷാ കവചം അത്യാവശ്യമാണ്. ഇനിയും ഏത് പ്രായത്തിലാണ് ഇൻഷുറൻസ് എടുക്കേണ്ടത് എന്ന് നോക്കാം. പലരും ചിന്തിക്കുന്നത് പ്രായമാകുമ്പോൾ ഇൻഷുറൻസ് എടുത്താൽ മതി എന്നാണ്. എന്നാൽ ഇത് തെറ്റാണ്. എത്ര നേരത്തെ എടുക്കുന്നുവോ അത്രയും ലാഭകരമായതാണ് ഇൻഷുറൻസ്. കുറഞ്ഞ പ്രീമിയം. ചെറുപ്പത്തിൽ ഇൻഷുറൻസ് എടുക്കുമ്പോൾ അസുഖങ്ങൾ കുറവായതിനാൽ പ്രീമിയം വളരെ കുറഞ്ഞ തുകയായിരിക്കും. വെയിറ്റിംഗ് പീരീഡ്. പല ഇൻഷുറൻസുകളിലും നിലവിലുള്ള അസുഖങ്ങൾക്ക് ചികിത്സ കിട്ടാൻ 2 മുതൽ 4 വർഷം വരെ കാത്തിരിക്കേണ്ടി വരും. ചെറുപ്പത്തിൽ എടുക്കുമ്പോൾ ഈ കാലാവധി വേഗത്തിൽ പൂർത്തിയാകും. ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെയിറ്റിംഗ് പീരീഡ്. സാധാരണയായി മിക്ക കമ്പനികളും നിലവിലുള്ള അസുഖങ്ങൾക്കും പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ്, ചില പ്രത്യേക ശസ്ത്രക്രിയകൾക്കും 2 മുതൽ 4 വർഷം വരെ കാത്തിരിക്കേണ്ടി വരാറുണ്ട്. എന്നാൽ എല്ലാ കാര്യങ്ങൾക്കും ഈ കാത്തിരിപ്പ് ബാധകമല്ല എന്നതുകൂടി അറിഞ്ഞിരിക്കുക. ഇക്കാര്യത്തിൽ പൊതുമേഖലാ സ്ഥാപനമായ നാഷണൽ ഇൻഷുറൻസ് പോലെയുള്ള കമ്പനികൾ നൽകുന്ന സേവനം എടുത്തു പറയേണ്ടതാണ്. പലപ്പോഴും പോളിസി എടുത്ത് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന അസുഖങ്ങൾക്കും അപകടങ്ങൾക്കും ക്ലെയിം ലഭിക്കാറുണ്ട്. ഉദാഹരണത്തിന് എൻ്റെ അനുഭവം തന്നെ പറയാം. ഞങ്ങളുടെ കുഞ്ഞിനു വേണ്ടി നാഷണൽ ഇൻഷുറൻസ് പോളിസി എടുത്ത് വെറും 6 മാസമേ ആയിരുന്നുള്ളൂ. ആ സമയത്താണ് അപ്രതീക്ഷിതമായി അവൾക്ക് ഒരു ആരോഗ്യ പ്രശ്നം വരികയും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരികയും ചെയ്തത്. പോളിസി എടുത്തിട്ട് കുറഞ്ഞ കാലമേ ആയിരുന്നുള്ളൂ എങ്കിലും ആശുപത്രി ബില്ലിന്റെ 90% തുകയും ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ലഭിക്കുകയുണ്ടായി. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, അടിയന്തര സാഹചര്യങ്ങൾ, പനി, അണുബാധകൾ അല്ലെങ്കിൽ അപകടങ്ങൾ തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങൾക്ക് സാധാരണയായി വലിയ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാകാറില്ല. 30 ദിവസത്തിന് ശേഷം ഇത്തരം ക്ലെയിമുകൾ പല കമ്പനികളും നൽകാറുണ്ട്. അടുത്തത് വിശ്വസ്തതയാണ്. സർക്കാർ ഉടമസ്ഥതയിലുള്ള നാഷണൽ ഇൻഷുറൻസ് പോലെയുള്ള കമ്പനികൾ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് ക്ലെയിമുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ സഹായിക്കാറുണ്ട്. അതുകൊണ്ട് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടല്ലോ എന്ന് കരുതി ഇൻഷുറൻസ് എടുക്കാൻ മടിക്കരുത്.
എത്രയും നേരത്തെ എടുക്കുന്നുവോ അത്രയും വേഗം ആ കാത്തിരിപ്പ് കാലാവധി അവസാനിക്കുകയും ഭാവിയിൽ വരാവുന്ന വലിയ അസുഖങ്ങൾക്ക് പൂർണ്ണ പരിരക്ഷ ഉറപ്പാക്കുകയും ചെയ്യും. കുടുംബവും ആരോഗ്യ ഇൻഷുറൻസും. വ്യക്തിഗത പോളിസികൾക്ക് പുറമെ കുടുംബത്തിന് മുഴുവനായി എടുക്കാവുന്ന ഫാമിലി ഫ്ലോട്ടർ പ്ലാനുകൾ ലഭ്യമാണ്. ഇതിലൂടെ ഭർത്താവ്, ഭാര്യ, മക്കൾ, ചിലപ്പോൾ മാതാപിതാക്കൾ എന്നിവരെ ഒരൊറ്റ പോളിസിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. കുടുംബത്തിന് ആർക്കസുഖം വന്നാലും ഈ തുക ഉപയോഗിക്കാം. ഓരോരുത്തർക്കും പ്രത്യേക പോളിസി എടുക്കുന്നതിനേക്കാൾ ലാഭകരമാണ് ഇത്തരം ഫ്ലോട്ടർ പ്ലാനുകൾ. കുടുംബത്തിന്റെ സമാധാനത്തിനും സുരക്ഷിതത്വത്തിനും ഇത് അത്യാവശ്യവുമാണ്. നീ എത്ര രൂപയുടെ പോളിസി എടുക്കണം എന്നുള്ളത് പലരെയും കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. മിനിമം 5 ലക്ഷം രൂപയുടെ പോളിസിയെങ്കിലും ഇന്ന് ഒരാൾക്ക് അത്യാവശ്യമാണ്. നഗരത്തിലാണ് താമസിക്കുന്നത് എങ്കിൽ ചികിത്സാ ചെലവ് കൂടുതലായതിനാൽ 10 ലക്ഷമോ അതിനു മുകളിലോ ഉള്ള തുക തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതം. നിങ്ങളുടെ വാർഷിക വരുമാനത്തിന്റെ പകുതിയെങ്കിലും ഈ സം അഷ്വേർഡ് ആയി ഉണ്ടായിരിക്കണം എന്നാണ് വിദഗ്ധർ പറയുന്നത്. കൂടാതെ ടോപ്പ് അപ്പ് പ്ലാനുകൾ വഴി കുറഞ്ഞ ചെലവിൽ ഇൻഷുറൻസ് പരിധി വർദ്ധിപ്പിക്കുവാനും സാധിക്കും. ചുരുക്കത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് ഒരു ചെലവല്ല, മറിച്ച് ഒരു നിക്ഷേപമാണ്. പോളിസി എടുക്കുന്നതിന് മുൻപേ ക്യാഷ്ലെസ് സൗകര്യം, ആശുപത്രികളുടെ ശൃംഖല, ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ തുടങ്ങിയവ കൃത്യമായി പരിശോധിക്കേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുക. സംശയങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നന്ദി.